ഞാൻ 8 വ്യത്യസ്ത വിഷയങ്ങളിൽ ക്വാളിറ്റി ടീച്ചർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു നാഷണൽ റെക്കോർഡ് ഹോൾഡർ കൂടിയാണ്. CEO കം ഫൗണ്ടറാണ് എയ്ഫറിൻ്റെ. അപ്പോൾ നമ്മൾ 3.5 വർഷമായി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ സോഫാർ ബെസ്റ്റ്, നമ്മുടെ സെക്ടറിൽ ബെസ്റ്റാണ്. കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ സ്പോൺസറൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് സ്റ്റിൽ നമ്മൾ കേരളത്തിൽ ബെസ്റ്റ് ആണെങ്കിൽ പോലും ബിസിനസ്സിൽ കുറച്ച് മിസ്സിങ് ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ ഞാൻ ഈ ഫൈനാൻഷ്യൽ ആസ്പെക്റ്റൊക്കെ വരുമ്പോൾ ഞാൻ CEO ആണ്, ഫൗണ്ടറാണ്, ഞാൻ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ CFO നോക്കും, ഇതൊക്കെ CFO നോക്കും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെയും കഴിഞ്ഞ വർഷം ഈ വർഷമൊക്കെ ഇങ്ങനെ ഫൈനാൻസിലേക്കും അവസാന ചില സ്ട്രഗിളിലേക്കൊക്കെ വരുമ്പോഴാണ് മനസ്സിലായിട്ടുള്ളത് ചിലതിൽ നമ്മൾ പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ റിയലി ഒരു ഇനീഷ്യൽ നല്ലൊരു ഐഡിയ ഉണ്ടായി എവിടെയാണ് നോക്കേണ്ടത്. ബീയിങ് എ CEO നമുക്ക് വളരെ മിനിമലായിട്ട് എന്തൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് കാര്യങ്ങൾ നോക്കിയിട്ടാണ് കമ്പനിയുടെ ഒരു ഓവറാൾ ഹെൽത്ത് നോക്കുക എന്നുള്ളതും അത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ളതും ഒരുപാട് ഇൻസൈറ്റുകൾ കിട്ടി. റിയലി താങ്ക് യു. സാറിൻ്റെ ക്ലാസ് വളരെയധികം എനിക്ക് വ്യക്തിപരമായി പ്രയോജനപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 2018 കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ഒരു ജ്വല്ലറി പൂട്ടേണ്ടി വരില്ലായിരുന്നു എന്നുള്ള ഒരു എക്സ്പീരിയൻസ് അതിൽ കിട്ടി. സാർ നേരത്തെ പറഞ്ഞല്ലോ ക്യാഷ് ഫ്ലോൻ്റെ കാര്യം, നല്ല കച്ചവടമുണ്ട്, പിന്നെ ബുക്ക് നിറയും ചെയ്ത് ഷോപ്പ് കാലിയാവുകയും ചെയ്ത്, പക്ഷേ കടം കൊടുത്ത് ഒരു 1.25 കോടി റുപ്യ ആളുകളുടെ കയ്യിലായി. പ്രായോഗികമായി അറിവും അതോടൊപ്പം നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റിയ സംഗതിയും തന്നിട്ടുള്ള സെയ്ദ് സാറാണ്. സെയ്ദ് സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്.